പ്രിയ സജ്ജനങ്ങളെ, നമസ്കാരം. ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ 30 വരെയുള്ള ശ്ലോകങ്ങളെക്കുറിച്ചാണ് നാം ഇന്നലെ വരെ ചിന്തിച്ചത്. ഇന്ന് 31-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഭഗവാന്റെ ഉപദേശങ്ങളെ തുടരുകയാണ്. സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാദിയുദ്ധാശ്രേയോന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാദിയുദ്ധാശ്രേയോ അന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. വാക്കുകളുടെ അർത്ഥം നോക്കാം. സ്വധർമ്മം അപി, സ്വധർമ്മത്തെയെങ്കിലും അപേക്ഷ്യ നോക്കിയാൽ, ചിന്തിച്ചാൽ, വികമ്പിതും വ്യതിചലിക്കുന്നതിന് ന അർഹസി നീ അർഹനാകുന്നില്ല. അർജുനനോട് പറയുകയാണ്. ഹി എന്തുകൊണ്ടെന്നാൽ ധർമ്മ്യാത് ധർമാനുസൃതമായിട്ടുള്ളതിൽ നിന്നും, യുദ്ധത്തിൽ നിന്നും, അന്യത് അന്യമായി, ശ്രേയ ശ്രേയസ്, ക്ഷത്രിയസ്യ ക്ഷത്രിയന്, ന വിദ്യതേച്ച ഇല്ല തന്നെ. അർജുന, സ്വധർമ്മത്തെയെങ്കിലും നോക്കിയാൽ പിന്നെ വ്യതിചലിക്കുവാൻ നീ അർഹനല്ല. എന്തുകൊണ്ടെന്നാൽ ധർമ്മത്തിനനുസൃതമായ യുദ്ധത്തിൽ നിന്നും അന്യമായി ഒരു ശ്രേയസ് ക്ഷത്രിയനില്ല തന്നെ. ക്ഷത്രിയന്റെ ധർമ്മം യുദ്ധമാണ്. ക്ഷത്രിയനാണ് രാഷ്ട്രത്തെ രക്ഷിക്കുന്നതും സംരക്ഷിക്കുന്നതും. ക്ഷത്രിയനാര്, ബ്രാഹ്മണനാര്, വൈശ്യൻ, ശൂദ്രൻ നമുക്ക് തുടർച്ചയായി പഠിക്കുവാനുള്ളതാണ്. അത് വളരെ വലിയ വിഷയമാണ്. ചാതുർവർണ്ണ വ്യവസ്ഥിതിയുടെ ആളുകളാണ് ഹിന്ദുക്കൾ. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി മാറിയത് ചാതുർവർണ്ണ്യമാണ് എന്നൊക്കെ പറഞ്ഞ് സമഗ്രവും ശാസ്ത്രീയവും യുക്തിഭദ്രവുമായ ചാതുർവർണ്ണ്യത്തെക്കുറിച്ച് അറിവില്ലാത്തവർ അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊരു 10 ദിവസം വിശദീകരിക്കേണ്ട ജാതീയത, ചാതുർവർണ്ണ്യം എന്താണെന്ന് വിശദീകരിക്കുവാൻ ഭഗവത്ഗീതയിൽ ആ ശ്ലോകം വരാൻ പോകുന്നുണ്ട്. ഇവിടെ ഭഗവാൻ അർജുനോട് പറയുകയാണ്, അർജുന, നീ നിന്റെ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട് നോക്കിയാലും യുദ്ധം നിനക്ക് പാപമല്ല. കാരണം നീ ഒരു സൈനികനാണ്, നീ ഒരു യോദ്ധാവാണ്. ഒരു പട്ടാളക്കാരന്റെ കടമ എന്താണ്? യുദ്ധമാണ്. ഒരു രാഷ്ട്രത്തിന്റെ രക്ഷ. ഇപ്പം ഭാരതം എന്ന് പറഞ്ഞ രാഷ്ട്രത്തിന് 14 ലക്ഷം സൈനികന്മാർ ഉണ്ട്. ഈ 14 ലക്ഷം സൈനികന്മാരുടെ മനക്കരുത്തിലും കൈക്കരുത്തിലും രാഷ്ട്രത്തിന്റെ ആയുധത്തിന്റെ കരുത്തിലുമാണ് 135 കോടി ജനങ്ങളുടെ സുരക്ഷ നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് സൈനികർക്ക് വല്ല ആപത്തും സംഭവിക്കുമ്പോൾ രാഷ്ട്രം മൊത്തം ദുഃഖിക്കപ്പെടുന്നത്. കാരണം ഒരു സൈനികൻ മരണപ്പെടുമ്പോൾ രാഷ്ട്രത്തിന് അത് വല്ലാത്ത ക്ഷീണമുണ്ടാക്കുന്നു. ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കേണ്ട ഒരു യോദ്ധാവിനെയാണ്, രാഷ്ട്രം നിർമ്മിച്ചൊരു യോദ്ധാവിനെയാണ്, നിരന്തര പരിശീലനത്തിലൂടെ രാഷ്ട്രം ഉണ്ടാക്കിയെടുത്ത ഒരു ക്ഷത്രിയനെയാണ് നമ്മുടെ രാഷ്ട്രത്തിന് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടൊരു സാധാരണ മനുഷ്യൻ മരിക്കുന്നത് പോലെയല്ല സൈനികൻ മരിക്കുമ്പോൾ. സൈനികൻ മരിക്കുമ്പോൾ വേദന ഇരട്ടിയാണ്. കാരണം അത് നമ്മുടെ എല്ലാം സുരക്ഷയെ ബാധിക്കുന്നു. നമ്മൾ എല്ലാ ദിവസവും രാത്രി സ്വൈരമായി കിടന്നുറങ്ങുന്നവരല്ലേ? പക്ഷെ അവരുറങ്ങാതിരിക്കണം, നമ്മൾ ഉറങ്ങണമെങ്കിൽ. ഈ ഭാരതത്തെ നശിപ്പിക്കുവാൻ ഏതെല്ലാം ക്ഷുദ്രശക്തികളാണ് ചുറ്റും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയെല്ലാം വെരിമാറ് കാണിച്ചു കൊടുത്തുകൊണ്ട് ഉശിരോടുകൂടി കാവൽ നിൽക്കുന്ന നമ്മുടെ സൈനികന്മാർ, അവരുടെ ലക്ഷ്യം യുദ്ധം തന്നെയാണ്. ക്ഷത്രിയന് യുദ്ധമെന്ന് കേൾക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ഭയവും ഉണ്ടാകുന്നില്ല. അവൻ ആവേശം വർദ്ധിക്കുന്നു. ഒരു സാമാന്യ മനുഷ്യന് തല്ല് എന്ന് കേൾക്കുമ്പോൾ അവൻ ഓടി അകത്തേക്ക് കയറി ഒളിക്കും. കാരണം അവന്റെ ഗുണം ക്ഷാത്രവീര്യമല്ല. ക്ഷാത്രവീര്യമുള്ളവന് തല്ല് എന്ന് കേൾക്കുന്നത് ലഹറാണ്, അവൻ ആനന്ദമാണ്. അപ്പൊ കുറെ ഭീകരന്മാർ വരുന്നുണ്ട്, അവരെ വകവരുത്തുവാൻ വേണ്ടി ഒരു കമാൻഡോ ഓപ്പറേഷന് വേണ്ടി നമ്മുടെ സൈനികന്മാരെ നിശ്ചയിക്കുമ്പോൾ അവർ പേടിക്കുന്നു എന്നാണോ നമ്മൾ ആരെങ്കിലും ധരിച്ചത്? അല്ല, അവർക്ക് ആവേശമാണ്. അതിനിടയിൽ ചിലപ്പോൾ അവർ മരിച്ചേക്കാം, ഞങ്ങൾ മരിച്ചേക്കാം. കാരണം
സൈനികരുടെ കയ്യിലുള്ള അതേ തരത്തിലുള്ള ആയുധങ്ങൾ ഭീകരന്മാരുടെ കയ്യിലുണ്ട്. ഭീകരന്മാരുമായുള്ള വേട്ടയിൽ അനേകം സൈനികന്മാർ മരിക്കുന്നുമുണ്ട്. എന്നാലും ഭീകര വേട്ടയിൽ നിന്നും അവർ പിന്തിരിഞ്ഞോടാത്തത് എന്തുകൊണ്ടാണ്? ക്ഷത്രിയന്റെ അടിസ്ഥാന സ്വഭാവം ധൈര്യമാണ്. ക്ഷത്രിയന്റെ അടിസ്ഥാന സ്വഭാവം സാഹസികതയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്, ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധിശക്തി പരാക്രമവും ഷഡേതേ പ്രവർത്തന്തേ ദൈവം തത്ര പ്രകാശയേത്. ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമം, ഈ 6 ഗുണങ്ങൾ ആരിലൂടെ പ്രകാശിക്കുന്നുവോ അവനിലൂടെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഭഗവാൻ പ്രവർത്തിക്കുക ക്ഷത്രിയന്മാരിലൂടെയാണ്. അതുകൊണ്ടാണ് 33 കോടി ദൈവങ്ങളെ ആരാധിക്കുന്ന ഹിന്ദുവിന് ആയുധമില്ലാത്ത ഒരു ദേവനെയും ദേവിയെയും നമുക്ക് കാണാൻ കഴിയില്ല. ഒരു കൈയിൽ ശംഖുണ്ടെങ്കിൽ മറുകൈയിൽ വാളുണ്ട്. ഒരു കൈയിൽ ആമ്പലും ഒരു കൈയിൽ മറ്റ് പുഷ്പങ്ങളുമുണ്ടെങ്കിൽ മറുകൈയിൽ ചക്രമുണ്ട്, കുന്തമുണ്ട്, കയറുണ്ട്, സകല ആയുധങ്ങളുമുണ്ട്. തംഹി ദുർഗ ദശപ്രഹരണധാരിണി, 10 കൈകളിൽ ആയുധം ധരിച്ചവൾ ദുർഗ. ദുർഗയുടെ കയ്യിലെ ആയുധങ്ങളെ ഒന്ന് വീക്ഷിക്കൂ. ഇവിടെ ഭഗവാൻ അർജുനോട് പറയുകയാണ്, നീ ആയുധം ധരിച്ച പോരാളിയാണ്. നിന്റെ കയ്യിൽ കിടക്കുന്ന ഒരു വില്ലുണ്ട്, ഗാണ്ഡീവം. ഈ ഗാണ്ഡീവം വിശിഷ്ടമായ വില്ലാണ് അർജുന. മാത്രമല്ല, നിനക്ക് ഏതെല്ലാം അസ്ത്രശസ്ത്ര വിദ്യകൾ അറിയാവുന്നവനാണ്. അങ്ങനെയുള്ള നിന്റെ ദൗത്യം ഈ ധർമ്മയുദ്ധത്തിൽ പങ്കെടുത്ത് ആ ധർമ്മത്തെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വിജയിപ്പിക്കുവാൻ വേണ്ടി നിനക്കൊപ്പം വന്നു കിടക്കുന്ന 7 അക്ഷൗണിപ്പടകളുണ്ട്. അവരുടെ എല്ലാം പ്രതീക്ഷ നിന്നിലുമാണ്. അർജുനനെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. കാരണം അർജുനൻ ധീരയോദ്ധാവാണ്. ആ ധീരയോദ്ധാവായ നിനക്ക് ആ യോദ്ധാവ് എന്ന രീതിയിൽ മറ്റൊരു ശ്രേയസ്സുമില്ല. ആലോചിച്ച് നോക്കൂ, യുദ്ധഭൂമിയിൽ വെച്ച് നമ്മുടെ ഒരു സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് ഓടിയൊളിച്ചു. അവിടെ വെച്ച് അദ്ദേഹം അഹിംസയെക്കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം അവിടെ ബുദ്ധനാകാൻ ശ്രമിച്ചു എങ്കിൽ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു സാമാന്യ മനുഷ്യൻ പോലും അയാൾ അംഗീകരിക്കുമോ? അംഗീകരിക്കില്ല. നമ്മൾ 5000 വർഷം മുമ്പ് നടന്ന യുദ്ധം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പറയും അതൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്ന്. എങ്കിൽ 1-ാം ലോക മഹായുദ്ധം ഒഴിവാക്കാമായിരുന്നില്ലേ? 2-ാം ലോക മഹായുദ്ധം ഒഴിവാക്കാമായിരുന്നില്ലേ? നമ്മൾ എത്ര പ്രാവശ്യം പാകിസ്ഥാനോട് യുദ്ധം നടത്തിയിട്ടുണ്ട്? 2 പ്രാവശ്യം പ്രധാനപ്പെട്ട യുദ്ധവും കാർഗിൽ ഒരു യുദ്ധവും, 3 യുദ്ധങ്ങൾ നടന്നിട്ടില്ലേ? എങ്ങനെയാണ് ഒഴിവാക്കാൻ പറ്റുമായിരുന്നത്? ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടന്നിട്ടില്ലേ? ഈ യുദ്ധത്തിലൊക്കെ ആര് ജയിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്? ഭാരതമല്ലേ ജയിച്ചത്? ചൈനയോട് പരാജയപ്പെട്ടു, പക്ഷേ പാകിസ്ഥാനോട് നമ്മൾ തന്നെ ജയിച്ചു. ഈ ജയമെന്ന് പറയുമ്പോൾ പാകിസ്ഥാനിൽ ആരും കൊല ചെയ്യപ്പെട്ടിട്ടില്ലേ? ആയിരക്കണക്കിന് പാകിസ്ഥാൻ ഭടന്മാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്രയല്ലെങ്കിലും നമ്മുടെ ധീര സൈനികന്മാരും മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ യുദ്ധത്തിൽ കൊലപാതകമല്ലാതെ മറ്റെന്താ നടക്കുന്നത്? അതുകൊണ്ട് ചില ആളുകൾ പറയും രാമൻ യുദ്ധമാണ്, കൃഷ്ണൻ യുദ്ധമാണ്. ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള യുദ്ധം എക്കാലത്തും ഏത് ദേശത്തും നടന്നാണ്. അവിടെ പിടിച്ചു നിൽക്കുവാൻ കെൽപ്പുള്ളവന്റെ സംസ്കാരം ബാക്കിയായിട്ടുണ്ട്. ഗ്രീക്കും റോമും ഈജിപ്തും മെസ്സപ്പൊട്ടോമിയും ബാബിലോണിയൻ സംസ്കാരങ്ങളെല്ലാം തന്നെ ചരിത്രത്തിന്റെ താളുകളിലേക്ക് വലിച്ചെറിയപ്പെട്ടു പോയത് അവർ ശക്തിയെ ആരാധിച്ചില്ല എന്നതുകൊണ്ടാണ്. ചരിത്രം രേഖപ്പെടുത്തിയ 2300 വർഷക്കാലത്തെ നിരന്തര വൈദേശിക ആക്രമണത്തിന് ശേഷവും സനാതനധർമ്മം ഭാരതം ജീവിച്ചിരിക്കുന്നത് നമ്മൾ ശക്തിയെ ആരാധിച്ചു എന്നതുകൊണ്ടാണ്. ആ ശക്തിക്കാണ് പ്രാധാന്യം. സ്നേഹവും ത്യാഗവും മെഴുകുതിരിയും ഒക്കെ ഉണ്ടാകണമെങ്കിൽ അന്യന് പ്രകാശം പരത്തി സ്വയം ഇല്ലാതാവുക. ഒരിക്കലും ഹിന്ദു അങ്ങനെ ആവരുത്. നമ്മൾ വജ്രത്തെ പോലെ ആയിരിക്കണം. സ്വയം തിളങ്ങി നിന്നുകൊണ്ട് പ്രകാശിച്ചുകൊണ്ട് മറ്റുള്ളവർക്കും പ്രകാശം ചൊരിയണം. സ്വയം നശിച്ചുകൊണ്ട് ആരെയും പ്രകാശം ചൊരിയാൻ പാടില്ല, ആർക്കും പ്രകാശം ചൊരിയരുത്. ഇവിടെ അർജുനോട് പറയുകയാണ്, അർജുന, നീ നശിച്ചാൽ, നിന്റെ ക്ഷാത്രവീര്യം ചോർന്നു പോയാൽ, നിന്റെ പക്ഷം പരാജയപ്പെട്ടാൽ ധർമ്മം പരാജയപ്പെടുന്നു, സത്യം പരാജയപ്പെടുന്നു. ഭാരതം പാകിസ്ഥാൻ മുന്നിൽ പരാജയപ്പെട്ടാൽ
സത്യവും ധർമ്മവും പരാജയപ്പെടുന്നു. അതുകൊണ്ട് ഒരിക്കലും പരാജയപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ആരും. ഭാരതം പരാജയപ്പെടരുത് എന്നാഗ്രഹിക്കുന്നു നമ്മൾ. ഇതുപോലെ തന്നെയാണ് ഭഗവാനും പറയുന്നത്. നിങ്ങൾ ധർമ്മത്തിന്റെ പക്ഷത്താണ്. മറുപക്ഷത്തുള്ളവർ നിന്റെ ബന്ധുക്കളാവാം, പക്ഷെ അവർ അധർമ്മത്തിനൊപ്പമാണ്. നിങ്ങളുടെ ഭാര്യയുടെ സാരി കൗരവ സദസ്സിൽ വെച്ചഴിക്കുമ്പോൾ ഈ ദ്രോണർ അവിടെ ഉണ്ടായിരുന്നു, ഭീഷ്മർ അവിടെ ഉണ്ടായിരുന്നു, കർണനും അവിടെ ഉണ്ടായിരുന്നു. മനസ്സിലാക്കുക. അരക്കില്ലത്തിലിട്ട് നിങ്ങൾ 5 പേരെയും നിങ്ങളുടെ അമ്മയെയും ചുട്ടുകൊല്ലുവാനുള്ള പരിശ്രമം നടക്കുമ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. 1 ഇഞ്ച് വ്യത്യാസത്തിൽ. അന്നും ഈ കർണൻ അവിടെ ഉണ്ടായിരുന്നു. ധൃതരാഷ്ട്രർക്ക് അറിയാമായിരുന്നു അരക്കില്ലം നിർമ്മിക്കുന്നത് ചതിക്കാനാണ് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നിട്ടും നിങ്ങളുടെ മരണം ഇവരെല്ലാവരും ആഗ്രഹിച്ചു എങ്കിൽ നിന്റെ ബന്ധുക്കളാണെങ്കിൽ കൂടി അവർ നിന്റെ ശത്രുക്കളാണ് അർജുന. അവിടെയാണ് നിനക്ക് ധർമ്മബോധം ഉണ്ടാകേണ്ടത്. ധർമ്മബോധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എവിടെയെല്ലാം അധർമ്മമുണ്ടായോ അവിടെയെല്ലാം നിശബ്ദരായിരുന്നവരാണ് ഈ കാണുന്ന ദ്രോണരും ഈ കാണുന്ന നിന്റെ പിതാമഹനായ ഭീഷ്മരുമെല്ലാം തന്നെ എന്ന് നീ മനസ്സിലാക്കുക. എവിടെയായിരുന്നു അവരുടെ ധാർമ്മിക ബോധം പ്രവർത്തിക്കേണ്ടിയിരുന്നത്? നിങ്ങൾ 5 പേരുടെ ഭാര്യയെ ദ്രൗപദിയെ മുടിക്ക് കുത്തിപ്പിടിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടുപോയി ഒരു സ്ത്രീയുടെ സാരി അഴിക്കുമ്പോൾ അവിടെ നോക്കി നിന്നവരായിരുന്നു നീ ഇന്ന് പറയുന്ന നിന്റെ പിതാമഹനും ഗുരുവായ ദ്രോണാചാര്യരും. എന്തുകൊണ്ട്? ധനമോഹികളായിരുന്നു അവര്. ദുര്യോധനൻ നൽകിയ ധനത്തെ മോഹിച്ചുകൊണ്ട് അവൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഒപ്പം കൂട്ടുനിന്ന അധർമ്മത്തിനൊപ്പം നിന്ന അധർമ്മികൾ തന്നെയാണ് അവരുമെന്ന് നീ മനസ്സിലാക്കുക. അതുകൊണ്ട് ക്ഷത്രിയനായ നിന്റെ ശൗര്യം ചോർന്നു പോകരുത്. ക്ഷത്രിയന്റെ ധർമ്മം യുദ്ധമാണെന്നറിയുക. യുദ്ധത്തിൽ നിന്നും ക്ഷത്രിയൻ പിന്തിരിഞ്ഞോടിയാൽ, യോദ്ധാവ് സൈനികൻ പിന്തിരിഞ്ഞോടിയാൽ ആ രാഷ്ട്രത്തിൽ അരാജകത്വം ഉണ്ടാകുന്നു. ആ രാഷ്ട്രം നശിച്ചു പോകുന്നു. സൈനികൻ എപ്പോഴും ധീരനായിരിക്കണം. മരണം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് എന്ന ഉറച്ച വിശ്വാസം ഏറ്റവും കൂടുതൽ ആവശ്യം സൈനികനാണ്. ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും, പക്ഷേ രാഷ്ട്രത്തിന് വേണ്ടി മരിക്കുവാൻ കിട്ടുന്നൊരവസരത്തിൽ അവൻ മരിച്ചു പോയാൽ പിന്നീട് അവൻ ഒരിക്കലും മനസ്സുകളിൽ നിന്നും മരിക്കുന്നില്ല. പട്ടാളക്കാരൻ നാട്ടിൽ ലീവിന് വന്നിട്ട് പാണ്ടി ലോറി ഇടിച്ച് മരിച്ചാൽ അത് കേവലമായൊരു മരണ വാർത്ത മാത്രമാണ്. എന്നാൽ യുദ്ധഭൂമിയിൽ വെച്ച് മരിക്കുന്ന ഓരോ സൈനികനും ചിരഞ്ജീവിയാണ്, എല്ലാ കാലത്തും ജീവിക്കപ്പെടുന്നവരാണെന്നറിയുക. മരണം നിശ്ചയം, പക്ഷെ എന്തിനു വേണ്ടി മരിക്കുന്നു എന്നാണ് പ്രാധാന്യം. കൊലപാതകം പാപമാണ്, പക്ഷെ എന്തിനു വേണ്ടി കൊല്ലുന്നു എന്നതാണ് പ്രധാനം. ഈ രാഷ്ട്രത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എതിർപക്ഷത്തുള്ള ശത്രുവിനെ 10 പേരെ കൊന്നാൽ 100 പേരെ കൊന്നാൽ നാം പരംവീര ചക്രങ്ങൾ നൽകി അവരെ ആദരിക്കുന്നു. എന്തുകൊണ്ട്? 100 പേരെ കൊന്ന ഭീകരനെ 100 ഭീകരന്മാരെ കൊന്ന സൈനികനെ നമ്മൾ ആദരിച്ചു. ഇതേ സൈനികൻ നാട്ടിൽ ലീവിന് വന്നപ്പോൾ അയൽക്കാരനെ കുത്തിക്കൊന്നുവെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ തൂക്കുകയറും കൊടുത്തു. ഒരേ മനുഷ്യൻ തൻ്റെ കയ്യിലുള്ള AK-47 ഉപയോഗിച്ച് തൻ്റെ രാഷ്ട്രത്തെ തകർക്കുവാൻ വരുന്ന ശത്രുക്കളെ ഇല്ലാതാക്കിയപ്പോൾ 100 പേരുടെ ജീവനെടുത്ത ആ സൈനികനെ നമ്മൾ ആദരിച്ചു, ബഹുമാനിച്ചു, തോളിലേറ്റി നടന്നു. ഇതേ സൈനികൻ ഒരു അയൽക്കാരനെ ഇതേ തോക്കുപയോഗിച്ച് കൊന്നാൽ അയാൾക്ക് ചിലപ്പോൾ ഭാരതത്തിന്റെ കോടതി തൂക്കുകയറ് വരെ നൽകുന്നത്. ഒരു ഭാഗത്ത് 100 പേരെ കൊന്നു, മറുഭാഗത്ത് ഒരാളെ കൊന്നു. 100 പേരെ കൊന്നപ്പോൾ അവാർഡുകൾ കിട്ടി, ഒരാളെ കൊന്നപ്പോൾ തൂക്കുകയറ് കിട്ടിയെങ്കിൽ എന്തിനു കൊന്നു എന്നതാണ് പ്രാധാന്യം. ഇതാണ് ഭഗവാനും പറഞ്ഞത്. 5000 വർഷം മുമ്പ് അർജുനോട് ഭഗവാനും പറഞ്ഞത് ഇതേ ന്യായമാണ്. നീ ആരെയാണ് കൊല്ലുന്നത് അർജുന? നീ ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? നീ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? ആരോട്, എന്തിന്? ഈ ചോദ്യം പ്രസക്തമാണ്. നീ യുദ്ധം ചെയ്യുന്നത് നിന്റെ ബന്ധുക്കളോടല്ല, നിന്റെ പിതാമഹനോടല്ല. നിന്റെ യുദ്ധഭൂമിയിൽ അണിനിരക്കുന്ന ഇവരെല്ലാവരെയും ശത്രുവായി കണ്ടുകൊള്ളണം. യുദ്ധത്തെ ഒഴിവാക്കുവാൻ എല്ലാ പരിശ്രമവും നമ്മൾ നടത്തിയിട്ടുണ്ട്, വിജയിച്ചിട്ടില്ല. 5 പേർക്ക് 5 ഗ്രാമം, 5 പേർക്ക് 1 ഗ്രാമം, 5 പേർക്ക് 5 വീട്, 5 പേർക്ക് അവസാനം പറഞ്ഞത് മുട്ടു സൂചി കുത്തുവാനുള്ള ഇടം പോലും ഈ മണ്ണിൽ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ദൂതനെ പിടിച്ചു കിട്ടുവാൻ പരിശ്രമിച്ചു.
ലോകത്തിൽ എവിടെയെങ്കിലും ദൂതനെ പിടിച്ചു കിട്ടുവാൻ പരിശ്രമിച്ച സംഭവം നടന്നിട്ടുണ്ടോ? ഇല്ല. ദൂതനോട് ഭീകരന്മാർ പോലും മാന്യമായി പെരുമാറും. പക്ഷേ കൗരവ സദസ്സിൽ ദൂതുമായി ചെന്ന ഭഗവാനോട്, അതും സാക്ഷാൽ ശ്രീകൃഷ്ണനെ പിടിച്ചു കിട്ടുവാൻ പരിശ്രമിച്ച അധർമ്മികളാണ് ഈ കൗരവന്മാരെന്നറിയണം. അങ്ങനെ യുദ്ധം നമുക്ക് വേണ്ടി വന്നതാണ്. സമാധാനത്തിന്റെ സകല വഴികളും അടഞ്ഞെടുത്താണ് യുദ്ധം ആരംഭിച്ചത് എന്നറിയണം. അതുകൊണ്ട് യുദ്ധം ചെയ്യുക എന്നുള്ളത് ക്ഷത്രിയനായ നിനക്ക് ശ്രേയസ് നൽകുന്നതാണെന്നറിയുക അർജുന. ഇതല്ലാതെ മറ്റൊരു ശ്രേയസ് നിന്നെ തേടി വരുന്നില്ല. ക്ഷത്രിയന്റെ വീര്യം അവന്റെ സാഹസിക ഭാവത്തിലും അവന്റെ യുദ്ധ നൈപുണ്യത്തിലുമാണ് എന്നറിയുക. അതുകൊണ്ട് അർജുന, നീ ക്ഷത്രിയനാണ്. നീ സ്വധർമ്മത്തെ, നിന്റെ ധർമ്മത്തെ തിരിച്ചറിയുക എന്നാണ് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകത്തിലൂടെ, 31-ാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാൻ അർജുനനെ ഉത്ബോധിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നത്. ഇവിടെ നിരന്തരമായിട്ട് ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യുദ്ധം ചെയ്യുവാനാണ്. എന്തുകൊണ്ടാണ് മഹാവിഷ്ണുവിന്റെ അവതാരമായ ഭഗവാൻ തന്നെ ഒരു രക്തച്ചൊരിച്ചൽ ഒഴിവാക്കിക്കൂടെ? ഭഗവാന്റെ ശക്തി ഉപയോഗിച്ചിട്ട് നമ്മൾ ചിന്തിക്കും. ഭഗവാൻ ഒരുപാട് മായാജാലങ്ങൾ അറിയാവുന്നവനാണ്. ഭഗവാൻ ഒരുപാട് കഴിവുകളുണ്ട്. ഈ ഭഗവാൻ എന്തിനാണ് ഇവരെ എല്ലാവരെയും കൊല്ലിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലോകം ഇങ്ങനെയൊക്കെയാണ്. എല്ലാ കാലത്തും ലോകം ഇങ്ങനെയാണ്. ചിലരെ നമുക്ക് തിരുത്താനേ കഴിയില്ല. അതാണ് പൂർവജന്മ സുഹൃതവും പൂർവജന്മ പാപവും ഉണ്ട് എന്ന് പറയുന്നത്. ചിലരെ നന്നാക്കിയെടുക്കുവാൻ കഴിയില്ല. അങ്ങനെ ലോകത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് പട്ടാളവും പോലീസും സൈനികരും ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും രാജ്യമുണ്ടോ? നീതിന്യായ വ്യവസ്ഥിതിയില്ലാത്ത, കോടതിയില്ലാത്ത, തെറ്റിന് ശിക്ഷയില്ലാത്ത ഏതെങ്കിലും ഒരു നാട് ഏതെങ്കിലും ഒരു കാലത്തുണ്ടായിട്ടുണ്ടോ? അപൂർവം ചില ഗ്രാമങ്ങളൊക്കെ നമുക്ക് മാതൃക പറയാം. എന്നാൽ അതൊരു പൊതു സ്വഭാവമല്ല. അസുരനും ദേവനും മനുഷ്യനും എല്ലാ കാലഘട്ടത്തിലും എല്ലാ ദേശത്തുണ്ടായിട്ടുണ്ട്. രാക്ഷസഭാവമുള്ള മനുഷ്യന്മാർ ഉണ്ടായിട്ടുണ്ട്. അവരാണ് എപ്പോഴും സമാജത്തിൽ അധർമ്മത്തെ വിതറുന്നത്. അവിടെ രാമനും കൃഷ്ണനും ഉണ്ടായിട്ടുണ്ട്. അവരാണ് ധർമ്മത്തെ സംരക്ഷിക്കുന്നത്. ഇതിന്നും പ്രസക്തമല്ലേ? നമ്മുടെ രാഷ്ട്രത്തെ തകർക്കുവാൻ ഏതെല്ലാം ശക്തികളാണ് ഈ നാടിൻ്റെ ഉള്ളിൽ നിന്നും പരിശ്രമിക്കുന്നത്? നമ്മുടെ രാഷ്ട്രം എന്ത് തെറ്റാണ് ഇവരോടൊക്കെ ചെയ്തത്? എല്ലാ മതങ്ങളെയും ഇസങ്ങളെയും ഇരുകൈകൾ നീട്ടി സ്വീകരിച്ചൊരു പാരമ്പര്യവും സംസ്കാരവുമല്ലേ നമുക്കുള്ളത്. എന്നിട്ടും ഈ രാഷ്ട്രത്തെ ഉള്ളിൽ നിന്നും കുത്തുന്ന, ഈ രാഷ്ട്രത്തെ ഇല്ലാതാക്കുവാൻ പരിശ്രമിക്കുന്ന ഏതെല്ലാം ക്ഷുദ്രശക്തികളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്? എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ആയത്? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ അത്? എന്താണ് ഭാരതം അവരോട് കാണിച്ച അനീതി? നാം ചിന്തിക്കേണ്ടതല്ലേ അത്? എന്നിട്ടും അവരെന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, ലോകം ഇങ്ങനെയാണ്. ആ ലോകത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്നത് അറിവ് കൊണ്ടാണ്. ആ അറിവ് പരമമായ അറിവായിരിക്കണം. ആ അറിവ് നേടുമ്പോൾ തന്നെ താൻ ഓരോരുത്തരും നമ്മൾ ചെയ്യേണ്ട കർമ്മത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാവണം. നമ്മൾ കച്ചവടക്കാരാവാം. നന്നായിട്ട് കച്ചവടം ചെയ്ത് പണം സമ്പാദിച്ചുകൊണ്ട് ഒരു മേഖലയിൽ പണം സമ്പാദിക്കുമ്പോൾ തന്നെ മറുമേഖലയിൽ ആധ്യാത്മിക ജ്ഞാനത്തെ നേടുക. നമുക്ക് രണ്ടും വേണം. ഭൗതികമായ ഉയർച്ചയും വേണം, ആധ്യാത്മികമായ ഉയർച്ചയും വേണം. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഏതെങ്കിലും ഒന്നില്ലാതായാൽ, ഇപ്പം ആധ്യാത്മികമായ ഉയർച്ചയില്ലാത്തൊരു വ്യക്തിയുടെ കയ്യിൽ ധനം കുമിഞ്ഞു കൂടിയാൽ അത് നെഗറ്റീവ് ആവശ്യങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്നു എന്ന് മാത്രം. അതുകൊണ്ട് സമാജത്തിന് പ്രയോജനമില്ലാതായി തീരും. ആധ്യാത്മിക ഉയർച്ചയുള്ള വ്യക്തിയുടെ കയ്യിലേക്ക് ധനം വരുമ്പോൾ അത് സമാജത്തിന് ഒത്തിരി പ്രയോജനമുള്ളതായി മാറുന്നു എന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അമൃതാനന്ദമയി ദേവിയുടെ കയ്യിലേക്ക് കോടികൾ ധനം വരുന്നുണ്ട്. അമ്മ എന്താ എടുക്കുന്നത്? ഒന്നും എടുക്കുന്നില്ല. 2 കൈകൾ കൊണ്ട് സ്വീകരിച്ച് 100 കൈകൾ കൊണ്ട് ദാനം ചെയ്യുന്നു. സ്വാർത്ഥന്മാരായ ഒരുപാട് ആളുകളുടെ കയ്യിലേക്ക് മയക്കുമരുന്ന് ബിസിനസ് നടത്തിയിട്ടും കള്ളക്കച്ചവടം നടത്തിയിട്ടും പണം വരുന്നുണ്ട്. എന്താണ് സമാജത്തിന് പ്രയോജനം? അങ്ങനെ പണമുണ്ടാക്കിയ പലരുമല്ലേ ഇന്ന് ജയിലിൽ കിടക്കുന്നത്, ലോകം മുഴുവൻ നെട്ടോട്ടം ഓടുന്നത്? അവരുടെ ജീവിതത്തിൽ എന്താ സുഖമുള്ളത്? ഇപ്പം വിജയ് മല്യ എന്ന് പറയുന്ന വ്യക്തി എത്ര വിമാനങ്ങൾ ഉണ്ടായിരുന്നു സ്വന്തമായിട്ട്? അദ്ദേഹത്തിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? ഒരു 10 വർഷം മുമ്പ് അദ്ദേഹം എങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിൽ ജീവിച്ചത്? ഇന്നെന്താണ് അവസ്ഥ? ലോകം മുഴുവൻ അഭയാർത്ഥിയായിട്ട് ഓടുകയാണ് അദ്ദേഹം. ഇന്ന് അദ്ദേഹത്തിന് എന്താണ് സമ്പാദ്യമായിട്ടുള്ളത്? കാരണം അദ്ദേഹത്തിന് ആധ്യാത്മിക വളർച്ച ഉണ്ടായില്ല. ഭൗതികമായ സമ്പത്തുണ്ടായി, ആധ്യാത്മിക വളർച്ച ഉണ്ടായില്ല.
ഇവിടെ അംബാനി എന്തുകൊണ്ടാണ് തകർന്നു പോകാത്തത്? അംബാനിക്ക് ആധ്യാത്മിക വളർച്ചയുണ്ട്. അവർ വലിയ വലിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അടിസ്ഥാനം ഭാരതീയ ദർശനങ്ങളാണ്, ഉറച്ച ഈശ്വര വിശ്വാസികളാണ്, നിയതമായ കർമ്മത്തിലൂടെ കൃത്യമായ ആചാര പദ്ധതികളൂടെ ഹിന്ദുധർമ്മത്തിനനുസരിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ കയ്യിലെ ധനം അനുദിനം വളരുന്നതോടൊപ്പം അവരും ആധ്യാത്മികമായി വളരുന്നുണ്ട്. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഭാരതം പറയുന്നത് തീർച്ചയായിട്ടും ലോകം ഇങ്ങനെയാണ്, ലോകത്തെ മാറ്റുവാൻ കഴിയുന്നത് ജ്ഞാനം കൊണ്ടാണ്. അവിടെ അധർമ്മികൾ ധാരാളമുണ്ട്, അധർമ്മി വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോതരുത് എന്ന് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ. ഇവിടെ ദുര്യോധനോട് വേദം ഓതിയിട്ട് കാര്യമില്ല. ഒരിക്കൽ ദുര്യോധനൻ പറയുന്നുണ്ട്, എനിക്ക് ധർമ്മം എന്തെന്ന് കൃത്യമായിട്ടറിയാം, പക്ഷേ എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. ധർമ്മം എന്താണെന്നറിയാം, പക്ഷെ എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിശ്വസിക്കുന്നവൻ ശരിക്കും അധർമ്മിയാണെന്ന് മാത്രമല്ല, അവൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ലോകം അധർമ്മത്താൽ മൂടപ്പെടുന്നു. അതിനെ ഇല്ലാതാക്കേണ്ടത് ആരാണ്? ഭഗവാനാണ്, ഈശ്വര ശക്തിയാണ്, ദൈവിക ശക്തിയാണ്. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെയ്യുന്നതും അത് തന്നെയാണ്. ഭഗവാൻ നേരിട്ട് ആരെയും കൊല്ലിക്കുന്നില്ല. അർജുനൻ എന്ന ക്ഷത്രിയനെ ഉപയോഗിച്ച് അധർമ്മികളെ നിഗ്രഹിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. രാമൻ നേരിട്ട് ചെയ്തു. 72 മിനിറ്റ് കൊണ്ട് 14,000 ഭീകരന്മാരെ കൊന്നുകളഞ്ഞു രാമൻ കാട്ടിൽ വെച്ച്. രാമൻ നേരിട്ട് കാര്യങ്ങൾ ചെയ്തു. ഭഗവാൻ നേരിട്ട് കാര്യങ്ങൾ ചെയ്തില്ല, ഉപകരണങ്ങളിലൂടെ കാര്യം ചെയ്തു. ഭീമനോടും അർജുനനെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അധർമ്മികളെ നിഗ്രഹിച്ചുകൊണ്ട് ധർമ്മത്തെ പുനഃസ്ഥാപിച്ചു എന്നറിയുക. ഇവിടെ 31-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സ്വധർമ്മം എന്താണെന്ന് അർജുന നീ ബോധ്യപ്പെടുക. നീ ക്ഷത്രിയനാണ്, ക്ഷത്രിയന്റെ ധർമ്മം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. 32-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.